എവിടെയാണ് സാർ നികുതി വകുപ്പ്? നികുതി വകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. സാർ, DRIയും കസ്റ്റംസുമായി ചേർന്ന് എന്ത് നടപടിയാണ് സംസ്ഥാനത്തെ നികുതി വകുപ്പ് എടുത്തിട്ടുള്ളത്? ഇതുവരെ കേരളത്തിലെ നികുതി വകുപ്പ് 1 കിലോ സ്വർണം പിടിച്ചോ സാർ? എവിടെയാണ് സാർ നിങ്ങൾ റെയ്ഡ് നടത്തിയത്? സാർ, ഇപ്പോഴത്തെ സ്ഥിതി എന്താ? കാസർഗോഡ് ഒരു അസിസ്റ്റന്റ് കമ്മീഷണർക്ക് റെയ്ഡ് നടത്തണമെങ്കിൽ തിരുവനന്തപുരത്ത് വന്ന് ജോയിന്റ് കമ്മീഷണറുടെ കയ്യിൽ നിന്ന് അനുമതി മേടിക്കണം. മെയിൽ അയച്ചാൽ മെയിൽ പലരും കാണും, എവിടെ റെയ്ഡ് നടത്തുന്നെന്ന് രഹസ്യം ചോരും. അയാൾ ഇവിടെ ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് വന്ന് തിരിച്ചവിടെ റെയ്ഡ് നടത്താൻ ചെല്ലുമ്പോ ആളിരുന്നിടത്ത് പൊടി പോലും കാണില്ല. സാർ, ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടു. GST വന്നതിന് ശേഷം GST നികുതി ഭരണ സംവിധാനം റീസ്ട്രക്ചർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങ് അനങ്ങി കൊടുത്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് ജോയിന്റ് കമ്മീഷണർ സ്വർണത്തിന്റെ റെയ്ഡ് നടത്താൻ ജോയിന്റ് കമ്മീഷണറെ കാണാൻ അവര് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരേണ്ട സ്ഥിതി. സാർ, ഇന്റലിജൻസ് സംവിധാനം നികുതി ഭരണത്തിലെ പൂർണ്ണമായി തകർന്നു. ഒരു സർവൈലൻസും ഇല്ലാത്ത വകുപ്പായി നികുതി വകുപ്പ് മാറി. സാർ, കഴിഞ്ഞ 3 വർഷം നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? നിങ്ങൾ ഈ സ്വർണ്ണ കള്ള കച്ചവടത്തിന് നിങ്ങളുടെ നികുതി വകുപ്പ് കൊടപിടിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങ് പറഞ്ഞല്ലോ E-way ബില്ല് വന്നാൽ ഇതെല്ലാം അങ്ങോട്ട് മാറും. സാർ, ഇത് E-way ബില്ല് കൊണ്ടുവരാൻ വലിയ ലോറിയിലെ അല്ല സ്വർണം കൊണ്ടുവരുന്നത്, മാർബിൾ പോലെ, ഗ്രാനൈറ്റ് പോലെ, വേറെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത് പോലെ അല്ല സ്വർണം കൊണ്ടുവരുന്നത്. E-way ബില്ല് വന്നാൽ എന്താ മാറ്റം ഉണ്ടാകാൻ പോകുന്നത്? ഈ കള്ളക്കടത്തിന് എന്താ കള്ളക്കടത്തിന് മാറ്റം ഉണ്ടാകാൻ പോകുന്നത്? അങ്ങൊരു വാചകം പറഞ്ഞു, ഇത് നികുതി വകുപ്പിന് പുറത്താണെന്ന്. നികുതി വകുപ്പിന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. സാർ, അങ്ങയുടെ ഈ നികുതി നിയമത്തിന്റെ GST നിയമത്തിന്റെ 60ാം വകുപ്പ് എടുത്ത് വായിച്ചു നോക്കണം സാർ. ഇൻസ്പെക്ഷൻ നടത്താൻ, സെർച്ച് നടത്താൻ, പിടിച്ചെടുക്കാൻ, അറസ്റ്റ് ചെയ്യാൻ സെൻട്രൽ GST ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരമുള്ളതുപോലെ സംസ്ഥാന GST വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കും അധികാരമുണ്ട് സാർ. എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ചില്ല സാർ? ഈ 60 മുതൽ 64 വരെയുള്ള ഈ വകുപ്പുകൾ ഈ സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഇതുവരെ ഉപയോഗിച്ചില്ല? നിങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് എന്നാണ് സാർ പറയുന്നത്? എന്ത് ബുദ്ധിമുട്ടാ സാർ? ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിൽ നിന്ന് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സ്വർണത്തിന്റെ ഡാറ്റ കളക്ട് ചെയ്യണം. 119ാം വകുപ്പ് വായിച്ചു നോക്ക്. ഡാറ്റ കളക്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തുന്ന വകുപ്പുണ്ട്. ഇതുവരെ ചെയ്തോ? പ്രാദേശിക സർക്കാരുകളിൽ നിന്ന് സാർ മാനുഫാക്ചറിംഗ് ലൈസൻസുകളുടെ ഡാറ്റ എടുക്കാൻ കഴിയും. സാർ, KSEBയിലെ ഈ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഈ ആഭരണമാക്കി മാറ്റുന്ന സ്ഥലത്ത് ഇലക്ട്രിസിറ്റി കൺസംഷൻ വേണം. അവിടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാം. സാർ, നിങ്ങൾക്കറിയില്ലെങ്കിൽ, നിങ്ങളുടെ നികുതി വകുപ്പിന് അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് സാർ, എല്ലാ മാനുഫാക്ചറിംഗ് യൂണിറ്റുകളും CCTVയുടെ സർവൈലൻസിലാണ്. സാർ, ഒരു മിനിറ്റ്. CCTVയുടെ സർവൈലൻസിലാണ്. സാർ, അവരുടെ ഹാർഡ് ഡിസ്ക് എടുത്ത് പരിശോധിച്ചാൽ അറിയാം എത്ര സ്വർണ്ണാഭരണമാണ് മാറ്റുന്നതെന്ന്. സാർ, ഇവിടെ മണി ലെൻഡിംഗ് ആക്ട് നടപ്പാക്കിയിട്ട് ഗോൾഡ് ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് പഴയ സ്വർണം സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ വേണമെന്ന് മണി ലെൻഡിംഗ് ആക്ടിൽ പറയുന്നുണ്ട്. ഈ വലിയ NBFCകളും മറ്റതൊക്കെ വലിയ തോതിൽ ആയിരക്കണക്കിന് കിലോ സ്വർണം ഓപ്ഷൻ നടത്തുമ്പോ അങ്ങയുടെ നികുതി വകുപ്പിൽ നിന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അവിടെ പോയിട്ടുണ്ടോ? കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഒരാൾ അന്വേഷിക്കുന്നില്ല. അതങ്ങനെ നടക്കട്ടെ. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെഷീനറികൾ സാർ, അത് ഈ കോയമ്പത്തൂരിൽ നിന്നും അത് മദ്രാസിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മെഷീനറിയാണ്. ആ മെഷീനറിയുടെ ബയേഴ്സ് ആരാണ് എന്ന് അന്വേഷിച്ചാൽ ഏത് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഇവരിത് ഉണ്ടാക്കുന്നത് എന്നറിയാം. സാർ, അതുപോലെ എക്സ്ക്ലൂസീവായിട്ട് ആഭരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കെമിക്കൽസിന്റെയും മറ്റ് ഇൻഗ്രീഡിയൻസിന്റെയും വിവരം ശേഖരിക്കണം. സാർ, ഇതാണ് സർവൈലൻസ്, ഇതാണ് ഇന്റലിജൻസ്, ടാക്സ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യുന്നില്ല. സെൻട്രൽ GST ഓഫീസേഴ്സിന് റെയ്ഡ് നടത്തി പിടിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് GST ഓഫീസേഴ്സിന് പിടിക്കാൻ പറ്റാത്തത്? നിങ്ങൾക്കിതിന് അധികാരമില്ലെന്ന് എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? സാർ, സെക്ഷൻ 60 എന്താ സാർ? A taxable person where the CGST officer not below the rank of joint commissioner has reason to believe that a taxable person has suppressed any transaction relating to supply of goods and or services or the stock of goods in hand or has claimed input tax credit in excess so and so. Sir, any of the provisions of this act or rules made thereunder to evade tax under this act. കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അതൊന്നും ഉപയോഗിക്കാതെ സാർ 3000 കോടി രൂപയുടെ നികുതി നഷ്ടമുണ്ടായിട്ട് കണ്ണടച്ച് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് ഈ വകുപ്പിരിക്കുക. സാർ, ഇതിന്റെ അകത്ത് ഞാൻ അവസാനിപ്പിക്കുക. ഏറ്റവും ഗൗരവതരമായ കാര്യം, ഒരു വൻ അധോലോകം
ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കൂടി ശ്രദ്ധിക്കണം. വൻ അധോലോകം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. സാർ, ഞാനിത് അന്വേഷിച്ചു പോയപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വറച്ചുകൊണ്ടാണ് എന്റെ അടുത്ത് സംസാരിച്ചത്. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, MLA പോകരുത്, ഇതിന്റെ പുറകെ പോകരുത്, ജീവൻ അപകടത്തിലാകും എന്നാ പറഞ്ഞത്. സാർ, ജീവൻ അപകടത്തിലാകുന്ന തരത്തിലുള്ള ഇത്രയും വലിയ കള്ളക്കച്ചവടം കേരളത്തിൽ നടന്നിട്ട് കേരളത്തിലെ ഒരു സംവിധാനവും ഇതറിയുന്നില്ല എന്ന് പറഞ്ഞാൽ സാർ, എത്ര ഭയാനകമായ കാര്യമാണ്. ഇത്രയും വലിയ നികുതി നഷ്ടമുണ്ടായി, ഇത്രയും വലിയ അധോലോകം വളരുന്ന കേരളത്തെ ഏറ്റവും അപകടത്തിലെത്തിക്കുന്ന ഈ സ്ഥിതിവിശേഷം ബഹുമാനപ്പെട്ട മന്ത്രി കൂടി സമ്മതിച്ച സ്ഥിതിക്ക് ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.